നമ്മുടെ രാജ്യത്തെ ഏകദേശം 26,000 പേർക്ക് നേരിട്ടും 1,00,000 പേർക്ക് പരോക്ഷമായി തൊഴിൽ ലഭിക്കുന്നതിനുള്ള പദ്ധതികളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കേന്ദ്ര മന്ത്രിസഭ. അതായത് നമ്മുടെ രാജ്യത്തെ 3 സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ യൂണിറ്റുകൾ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞു. 1.26 ലക്ഷം കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. ഇതിൽ 2 യൂണിറ്റ് ഗുജറാത്തിലും ഒരെണ്ണം ആസാമിലുമാണ് ഉള്ളത്. ഈ പദ്ധതികൾ നിലവിൽ വരികയാണെങ്കിൽ ഈ 3 പദ്ധതികളിലുമായി 26,000 പേർക്ക് നേരിട്ടും 1,00,000 പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കും. 100 ദിവസത്തിനുള്ളിൽ ഈ പ്ലാന്റുകളുടെ നിർമ്മാണം ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇതോടെ ഇന്ത്യയിലെ മൊത്തം ചിപ്പ് നിർമ്മാണ യൂണിറ്റുകളുടെ എണ്ണം 4 ആകും. ഈ 3 യൂണിറ്റ് കൂടാതെ ഒരു യൂണിറ്റ് പ്രവർത്തനം നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആ യൂണിറ്റിൽ നിന്നുള്ള വിതരണം ഈ വർഷം അവസാനത്തോടെ തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് US ആസ്ഥാനമായ മൈക്രോൺ ടെക്നോളജി സ്ഥാപിക്കുന്ന $2.75 ബില്യൺ പാക്കേജിംഗ് പ്ലാന്റിന് കഴിഞ്ഞ വർഷം ഇന്ത്യ അംഗീകാരം നൽകിയിരുന്നു. അത് നിലവിൽ ഗുജറാത്തിൽ നിർമ്മാണത്തിലാണ്. ആഭ്യന്തര തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കുന്നതിന് പുറമെ ചൈനയും അമേരിക്കയും ഇതുവരെ രൂപപ്പെടുത്തിയ സാങ്കേതിക വിദ്യയുടെ ഭൗമ രാഷ്ട്രീയത്തിൽ അതിന്റെ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് ചിപ്പ് യുദ്ധങ്ങളിൽ ഇന്ത്യക്ക് ഈ നീക്കം പ്രയോജനം ചെയ്യും. ഈ പദ്ധതികൾ തുടങ്ങുകയാണെങ്കിൽ 1,00,000 പേർക്കെങ്കിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് സർക്കാർ കണക്കാക്കുന്നത്. ചിപ്പ് നിർമ്മാണത്തിലൂടെ ഇലക്ട്രോണിക്സ് രംഗത്തെ ഒരു പ്രധാന സാമ്പത്തിക വളർച്ചാ ചാലകമായി മാറാൻ ഇന്ത്യക്ക് സാധിക്കും. സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയിൽ ആഗോള ഹബ്ബായി ഇന്ത്യയെ ഉയർത്താനുള്ള ലക്ഷ്യമാണ്. ഇസ്രായേലിലെ ടവർ ഉൾപ്പെടെ മുൻനിര ചിപ്പ് നിർമ്മാതാക്കൾ 2.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ താൽപര്യവുമായി ഈ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. 2030ഓടെ ആഗോള സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി $1,00,000 കോടി മാറും. ഇന്ത്യയിലെ സെമി കണ്ടക്ടറുകളുടെ ഡിമാൻഡ് $11,000 കോടി കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടാറ്റ ഇലക്ട്രോണിക്സും തായ്വാനിലെ പവർ ചിപ്പ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കോർപ്പും സംയുക്തമായി ഗുജറാത്തിലെ ധൊലേറയിൽ ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റിൽ 91,000 കോടി രൂപയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പ്രതിമാസം 50,000 വേഫറുകൾ നിർമ്മിക്കാനുള്ള ശേഷിയാണുള്ളത്. ഇലക്ട്രോണിക് വാഹനങ്ങൾ, ടെലികോം, പ്രതിരോധം, ഓട്ടോമോട്ടീവ്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, ഡിസ്പ്ലേ, പവർ ഇലക്ട്രോണിക്സ് എന്നിവയ്ക്ക് ആവശ്യമായ 28 mm ചിപ്പാണ് ഇവിടെ നിർമ്മിക്കുക. ചിപ്പുകളുടെ അസംബ്ലിങ്ങിനും ടെസ്റ്റിങ്ങിനുമായുള്ള യൂണിറ്റ് അസംബിൾ തുറക്കും. 27,000 കോടി രൂപയാണ് ടാറ്റ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇതിനായി നിക്ഷേപിക്കുന്നത്. 48 ദശലക്ഷം യൂണിറ്റുകൾ ഉൽപാദന ശേഷിയാണ് ഇവിടെ ഉണ്ടാവുക. ഇന്ത്യയിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ CG പവർ ജപ്പാനിലെ റെനേസാസുമായി ചേർന്ന് ഗുജറാത്തിലെ സാനന്ദിൽ 7,600 കോടി രൂപയുടെ നിക്ഷേപത്തിൽ സെമി കണ്ടക്ടർ പ്ലാന്റ് സ്ഥാപിക്കും. ഇവിടെ പ്രതിദിനം 1.5 കോടി ചിപ്പുകളാണ് നിർമ്മിക്കുന്നത്. ഇവിടുത്തെ ഈ നിർമ്മാണം പ്രതിരോധം, ബഹിരാകാശ പര്യവേഷണം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഈ യൂണിറ്റുകൾ നിലവിൽ വരുന്നതോടുകൂടി ഏകദേശം 1.5 ലക്ഷത്തോളം ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കും എന്നുള്ളത് ഒരു വലിയ നേട്ടം തന്നെയാണ്. ഇതിനകം തന്നെ ഡിസൈൻ എഞ്ചിനീയർമാരുടെ ഒരു വലിയ ശേഖരം ഉണ്ട്. ചിപ്പ് ഡിസൈൻ പ്രൊജക്ടുകളിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ. ഇന്ത്യയുടെ ചിപ്പ് വ്യവസായം 2026ഓടെ $55 ബില്യൺ വിപണി മൂല്യം കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഈ ചിപ്പ് ആവാസ വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യുന്നതിൽ ഇത് വിപ്ലവകരമായ പങ്കുവഹിക്കും. സ്മാർട്ട് ഫോണുകൾ, ഓട്ടോമൊബൈലുകൾ, ഡേറ്റ സ്റ്റോറേജ് എന്നിവയ്ക്കുള്ള ഡിമാൻഡ് കാരണം ഈ ചിപ്പ് ഇന്ത്യയുടെ എയറോസ്പേസ്, ഓട്ടോമൊബൈൽ, കമ്മ്യൂണിക്കേഷൻ, IT, ക്ലീൻ എനർജി, പ്രതിരോധം തുടങ്ങിയ മേഖലയിലേക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകം തന്നെയാണ്. മേക്ക് ഇൻ ഇന്ത്യ എന്ന കാഴ്ചപ്പാട് തന്നെ ഇന്ത്യയുടെ വ്യവസായത്തെ അതിന്റെ ഏറ്റവും പുരോഗതിയിൽ എത്തിക്കുക എന്നതാണ്. നിക്ഷേപങ്ങൾ, സാങ്കേതിക മുന്നേറ്റങ്ങൾ, ചിപ്പ് നിർമ്മാണത്തിന് ദേശീയ മുൻഗണന നൽകുന്നതിനുള്ള സജീവമായ ശ്രമങ്ങൾ എന്നിവയിലൂടെ അർദ്ധചാലക നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തമായ ലക്ഷ്യസ്ഥാനമെന്ന നിലയിൽ ഇന്ത്യ അതിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.